Hi all of you, welcome back to VTech classes. Constitution of India എന്ന സബ്ജക്റ്റിലെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ സബ് ടോപ്പിക്കിൻ്റെ വീഡിയോ ലെക്ചർ സീരീസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു വീഡിയോ കണ്ടിരുന്നു. അതിനുശേഷം ആ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയുള്ള ഫർദർ ആയിട്ടുള്ള വീഡിയോസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയിട്ടുള്ള കുറച്ച് ലോസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് ഉണ്ടായിരുന്നു, വിച്ച് ആക്ച്വലി അഫക്റ്റഡ് ദ മേക്കിംഗ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിട്ടുള്ള കുറച്ച് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. സോ ഈ ഓരോ ലോസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇനിയുള്ള ഫർദർ ക്ലാസ്സസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ ആദ്യത്തെ ലോ അല്ലെങ്കിൽ റെഗുലേഷൻ വിച്ച് അഫക്റ്റഡ് ദ മേക്കിംഗ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഓർക്കുക, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആയിരുന്നു ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ആദ്യത്തെ ലോ എന്ന് പറയുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആയിരുന്നു. ഡയറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട് അതിൻ്റെ അകത്ത്. ഓർക്കുക, ദ ഫസ്റ്റ് ലോ മെയ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഫോർ ഇന്ത്യ ഇസ് കോൾഡ് ആസ് ദി റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഓക്കെ, നൗ നമുക്കിനിയും ഈ ഒരു ആക്ടിനെ ഡൈസെക്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും, അതായത് ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സിനെയും ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്, റെഗുലേറ്റിംഗ് ആക്ട് വാസ് ദി ഫസ്റ്റ് ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഫോർ ഇന്ത്യ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ടു ഇറ്റ് വാസ് ദ ഫസ്റ്റ് ആക്ട് taken by the British government to control and regulate all the functions of the East India Company in India. Okay, so ഓർക്കുക, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്നു 1600. നമ്മൾ ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ 1600 വന്നു. അവർ പതുക്കെ ട്രേഡിംഗ് ഫംഗ്ഷൻസ് ഒക്കെ തുടങ്ങി. സോ അവർ വന്നപ്പോൾ അവർക്കൊരു ക്വീൻ എലിസബത്ത് I കൊടുത്തിരുന്ന ഒരു ചാർട്ടർ ഉണ്ടായിരുന്നു. ഈ ചാർട്ടറും പ്രകാരം ദേ ഹാഡ് മോണോപ്പൊളി. അവർക്ക് ഇവിടെ വന്ന് വേറെ ഒരു ബ്രിട്ടീഷ് കമ്പനിയും ഇവിടെ വന്ന് അവരെ ഇൻ്റർഫിയർ ചെയ്യില്ലായിരുന്നു. എനിവേസ് 1773 എത്തിയപ്പോഴത്തേനും ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ആക്ട് പാസ്സാക്കി. ഈ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് കമ്പനീനെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. സോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാം, വിച്ച് ആക്ട് വാസ് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ടു റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഏതാണ് ആൻസർ? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. സോ അതിനുവേണ്ടി അതെന്ത് ചെയ്തു? ആദ്യമായിട്ട്, അതായത് 1600 വന്നതിന് ശേഷം ആദ്യമായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ കമ്പനിയുടെ പൊളിറ്റിക്കൽ ഫങ്ഷൻസിനെയും അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസിനെയും റെക്കഗ്നൈസ് ചെയ്തു. ഓക്കെ, കമ്പനിക്ക് ഇന്നതൊക്കെയാണ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ്, ഇന്നതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് എന്ന് വേർതിരിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു ലോ ഉണ്ടാക്കി. ആ ലോ ആണ് റെഗുലേറ്റിംഗ് ആക്ട്. ഓക്കെ, ഇനിയും റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഇറ്റ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. സോ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്കിപ്പം ഇന്ത്യയിലുള്ളത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, ഒരു രണ്ടും ഈക്വൽ ആയിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷനാണ്. സെൻറ്റർ ഇസ് മോർ പവർഫുൾ എങ്കിൽ കൂടിയും, ഫോർ എക്സാമ്പിൾ നമ്മൾ കേരളത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ കേരളത്തിൻ്റെതായുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് നോക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് നമ്മൾ പഠിക്കും ഇനി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ. സോ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ സെൻറ്റർ ഇസ് മോർ പവർഫുൾ. സ്റ്റേറ്റ്സ് ഉണ്ട്, അവിടെ സ്റ്റേറ്റ്സ് ഉണ്ട്, പക്ഷെങ്കിൽ ലാസ്റ്റ് അധികാരം ആരുടെ കയ്യിലാണ്? സെൻറ്ററിൻ്റെ കയ്യിലാണ്. അതിനെയാണ് നമ്മൾ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് യു ഹാവ് ഓൾ ദ സ്റ്റേറ്റ്സ് വിച്ച് ഇസ് ബീങ് കൺട്രോൾഡ് ബൈ ദ സെൻറ്റർ. സോ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്തിൻ്റെ ഫൗണ്ടേഷൻ ലേ ചെയ്തു? ഇന്ത്യനിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിൻ്റെ ഫൗണ്ടേഷൻ ലേ ചെയ്ത് ആക്ട് എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഇതുവരെ നമുക്കൊരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇല്ലായിരുന്നു. ജസ്റ്റ് ഡിഫറെൻറ്റ് പ്രൊവിൻസസ് ഉണ്ട്, അവരെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു, അവരവരുടെ കാര്യം നോക്കി നിൽക്കുന്നു. പക്ഷെങ്കിൽ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഫൗണ്ടേഷൻ ലേ ചെയ്ത ആക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു മൈറ്റ് ഗെറ്റ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആക്ട് ലേഡ് ദ ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്ത ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. നൗ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഏതൊക്കെ രീതിയിലാണ് ഇത് ഫൗണ്ടേഷൻ ലേ ചെയ്തെന്നുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സിനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് ഫീച്ചേഴ്സ് ഒന്നൊന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം ബ്രിട്ടീഷേഴ്സ് വന്നപ്പോൾ ആദ്യമേ ബംഗാളിനെയാണ് മോണോപ്ലൈസ് ചെയ്തത് അല്ലേ? ബംഗാളിലായിരുന്നു ഏറ്റവും കൂടുതലായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫുഡ് ഹോൾഡ് ഉള്ളത്. എനിവേസ് ഈ ആക്ടിൻ്റെ ആദ്യത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഗവർണർ ഓഫ് ബംഗാൾ വാസ് ഫ്രം നൗ ഓൺ ടു ബി ഡെസിഗ്നേറ്റഡ് ആസ് ദി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ.
ഓക്കെ, സോ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറി. അങ്ങനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ടുള്ള ആദ്യത്തെ ആളായിരുന്നു, എല്ലാവർക്കും അറിയാവുന്നതാണ്, വേരൻ ഹാസ്റ്റിങ്സ്. ലോർഡ് വേരൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു. കാരണം ഈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 വന്നപ്പോഴത്തേനും വേരൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു ഗവർണർ ഓഫ് ബംഗാൾ. സോ നാച്ചുറലി അദ്ദേഹം എന്തായിട്ട് ഇനി മുതൽ അറിയപ്പെടാൻ തുടങ്ങി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. സോ നിങ്ങൾക്ക് അവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ഹൂ ഇസ് നോൺ ആസ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, നോ വൺ ബട്ട് വേരൻ ഹാസ്റ്റിങ്സ്. ഓക്കെ, നൗ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ പുതിയൊരു ഓഫീസിനെ ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പം ഇദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബോഡി വേണമല്ലോ. അതിനുവേണ്ടി അവരൊരു എക്സിക്യൂട്ടീവ് കൗൺസിലിനെയും കൂടെ ക്രിയേറ്റ് ചെയ്തു. എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനിയുള്ള ലോസ് പഠിക്കുമ്പോൾ ഇതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു, ഇതിലേക്ക് ഇന്ത്യൻസ് വരുന്നു, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ കാണാനായിട്ട് പോകുന്നുണ്ട്. എനിവേസ് ഓർക്കുക, റെഗുലേറ്റിംഗ് ആക്ട് ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കിയതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ. സോ അന്ന് ക്രിയേറ്റ് ചെയ്തപ്പം എത്ര മെമ്പേഴ്സ് ആയിരുന്നു? 4 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ഇത് വന്നു. നൗ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, it made the governors of Bombay and Madras subordinate to Bengal. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സി, നേരത്തെ ബോംബെയിൽ കുറച്ച് ബ്രിട്ടീഷേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അവിടെ ഗവർണർ ഓഫ് ബോംബെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മദ്രാസിൽ ബ്രിട്ടീഷേഴ്സിൻ്റെ കോളനി ഉണ്ടായിരുന്നു. അവിടെ ഗവർണർ ഓഫ് മദ്രാസ് ഉണ്ടായിരുന്നു. ബംഗാളിൽ ബ്രിട്ടീഷേഴ്സിൻ്റെ കോളനി ഉണ്ടായിരുന്നു. ഗവർണർ ഓഫ് ബംഗാൾ ഉണ്ടായി. അവർ 3 പേരും ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു സെൻട്രൽ ടെൻഡൻസി, ഒരു സെൻട്രൽ സ്ഥാനത്തിനെ വെച്ചിട്ട് ആ സ്ഥാനത്തിന് മുഴുവൻ പവറും കൊടുക്കുക, ബാക്കിയുള്ളവരെ സബോർഡിനേറ്റ് ആക്കുക. അതാണല്ലോ സെൻട്രലൈസേഷൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ ഈ ആക്ട് ലേ ചെയ്തു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് എന്തായി? ഗവർണർ ഓഫ് ബംഗാളിന് സബോർഡിനേറ്റ് ആയിട്ട് മാറി. ആൻഡ് ഗവർണർ ഓഫ് ബംഗാളിന് പുതിയൊരു പൊസിഷൻ കൊടുത്തു, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. സോ ഇത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രൈം മിനിസ്റ്റർ ആയിട്ട് പറയാം. അതെ, ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ പ്രൈം മിനിസ്റ്റർ ആയിട്ട്, ഗവർണേഴ്സ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് ബാക്കി 2 സ്റ്റേറ്റ്സിൻ്റെ ചീഫ് മിനിസ്റ്റേഴ്സ് ആയിട്ട്. സോ ഈ ഒരു രീതിയിലേക്ക് മാറി. നേരത്തെ എങ്ങനെയായിരുന്നു? 3 പ്രസിഡൻസിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. സോ ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, 1773 റെഗുലേറ്റിംഗ് ആക്ട് എസ്റ്റാബ്ലിഷ് ദ സുപ്രീം കോർട്ട് അറ്റ് കാൽക്കട്ട. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാവുന്നതാണ്. സുപ്രീം കോർട്ട് അറ്റ് കാൽക്കട്ട സുപ്രീം കോർട്ട് 1774 ആക്ച്വലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രൊവിഷൻ വന്നത് ഏത് ആക്ടിൻ്റെ അകത്താണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, വിച്ച് ആക്ട് എസ്റ്റാബ്ലിഷ് ദ സുപ്രീം കോർട്ട് അറ്റ് കാൽക്കട്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. അന്ന് ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 അല്ലാത്ത ജഡ്ജസും കൂടെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ബട്ട് ഓർക്കുക, വിച്ച് ആക്ട്, ഇവിടെ വരാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വിച്ച് ആക്ട് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് അറ്റ് കാൽക്കട്ട? ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ദർ വാസ് 1 ചീഫ് ജസ്റ്റിസ് ആൻഡ് 3 അതർ ജഡ്ജസ് ഇൻ ദ ബെഞ്ച്. ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കുക, ഈ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സർ എലീജ സിംപെ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ അതും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടാവുന്നതാണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കാൽക്കട്ടയിലായിരുന്നു ആക്ച്വലി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആദ്യമേ 1774 എസ്റ്റാബ്ലിഷ്ഡ് ആയി. ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 there was 1 chief justice of India and there were 3 other judges and the first chief justice was called as Sir Elijah Simpe. ഈ ഒരു കാര്യം കൂടെ ബേസിക് ആയിട്ട് ഓർക്കുക. പിന്നെ ഈ ആക്ടിൻ്റെ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇത്രയും നാളും ആരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്? കമ്പനി ഡയറക്റ്റായിട്ടാണ് ആക്ച്വലി ഭരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ് കമ്പനിയുടെ മേളിൽ ഒരു കൺട്രോൾ വെച്ചു അല്ലേ? നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ദിസ് വാസ് ദ ഫസ്റ്റ് ആക്ട് വിച്ച് enabled or which made the British government actually interfere into the working of the company. ഇത്ര നാളും കമ്പനിക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യായിരുന്നു, പക്ഷേ ഇതുകൊണ്ട് അവർക്ക് പറ്റത്തില്ല എന്നുള്ളൊരു രീതിയിലായി. സോ അതിനുവേണ്ടി അവരൊരു ക്ലോസ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനിക്ക് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, നമ്മളിപ്പോൾ ഇന്നത്തെ ഡയറക്ടർ ബോർഡ്, കമ്പനി ഡയറക്ടർ ബോർഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ബോഡി ഉണ്ടായിരുന്നു ഈ കമ്പനിക്ക്. നൗ ഈ ആക്ടും പ്രകാരം ബ്രിട്ടീഷ് ഗവൺമെൻറ് പറഞ്ഞു, ഇനി മുതൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം? അവരുടെ റവന്യൂ, അതുപോലെ തന്നെ സിവിൽ, അതുപോലെ തന്നെ മിലിറ്ററി അഫയേഴ്സ്, ഇതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് എപ്പോഴും ആർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൊടുത്തുകൊണ്ടിരിക്കണം. സോ ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു ഹെഡ് മാസ്റ്ററിനെ പോലെ ആക്ട് ചെയ്യുന്നു അല്ലേ? ഇവിടെ ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആയിരുന്നു കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് പറയുകയാണ്, സി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഫ്രം നൗ ഓൺ, ഇനി മുതൽ നിങ്ങൾ
ഞങ്ങൾക്ക് റവന്യൂയുടെ അതുപോലെ മിലിറ്ററി അതുപോലെ തന്നെ സിവിൽ ഈ കാര്യങ്ങളിലൊക്കെ ഒരു റിപ്പോർട്ട് എപ്പോഴും തന്നുകൊണ്ടിരിക്കണം. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് വി സേ ദാറ്റ് ദിസ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 വാസ് ദ ഫസ്റ്റ് ആക്ട് മെയ്ഡ് വിത്ത് ദ ബ്രിട്ടീഷ് പാർലമെന്റ് ടു കൺട്രോൾ ദി അഫയേഴ്സ് ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. ടിൽ 1773 എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? ഇറ്റ് വാസ് ദി റാൻഡം ഫങ്ഷനിങ് ഓഫ് ദ കമ്പനി ദാറ്റ് വാസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ. 1600-ൽ ബ്രിട്ടീഷേഴ്സ് വന്നെങ്കിൽ പോലും 1773-ലാണ് ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഒരു റിഫോം എന്നുള്ള രീതിയിൽ സംഭവിച്ചത്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് മേജറായിട്ട് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773-യുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഒന്നും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർക്കുക, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൊളിറ്റിക്കൽ ഫംഗ്ഷൻസിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസിനെ ആദ്യമായിട്ട് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആദ്യമായിട്ട് രണ്ട് രീതിയിൽ തിരിച്ചു. അതുപോലെ തന്നെ ദ ആക്ട് വിച്ച് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതും റെഗുലേറ്റിംഗ് ആക്ട് ആണ്. സുപ്രീം കോർട്ടിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റെഗുലേറ്റിംഗ് ആക്ട്, സർ എലീജ സിംബയുടെ പേര് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇനി മുതൽ റവന്യൂ, മിലിറ്ററി ആൻഡ് സിവിൽ അഫയേഴ്സിനെ കുറിച്ചൊരു റിപ്പോർട്ട് അവർക്ക് വേണ്ടി കൊടുക്കേണ്ടതായിട്ട് തോന്നി. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് വന്നതും കൂടെ കാര്യം കൂടെ ഓർത്തിരിക്കുക. ഗവർണർ ഓഫ് ബംഗാളിനെ ഇനി മുതൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാളാക്കി മാറ്റി ഒരു ഹയർ പൊസിഷൻ കൊടുത്തു. എന്നിട്ട് ഗവർണേഴ്സ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസിനെ അദ്ദേഹത്തിൻ്റെ കീഴിലായിട്ട് ആക്കി. അങ്ങനെയാണ് ഇത് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ആണെന്ന് നമ്മൾ പറയാനുള്ള റീസൺ. സോ ദാറ്റ് ഈസ് അബൌട്ട് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. See you in the next video.